2 വർഷത്തിനുള്ളിൽ 3 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിൽ ആദ്യം നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാകും. അതിനുശേഷം 6 മാസത്തിനുള്ളിൽ കേരളത്തിൻ്റെ ഭരണം ഇനി ആരാണ് നിർവഹിക്കുന്നത് എന്നറിയാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അതായത് 2 വർഷത്തിനുള്ളിൽ നടക്കുന്ന 3 തെരഞ്ഞെടുപ്പുകൾ. ഇതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. അതിന് കാരണം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ചാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ രൂപപ്പെടുന്നത്. കഴിഞ്ഞ 2 തവണയും നമുക്ക് കാണാൻ സാധിച്ചത് അത്തരത്തിലുള്ള ഒരു ഫലം തന്നെയാണ്. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഏറെക്കുറെ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പൂർണ്ണമായും ആ സമയത്ത് നേട്ടം കൈവരിച്ചത് UDF ആയിരുന്നു. 20 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചത് ഒരേ ഒരു സീറ്റ് മാത്രം, ആലപ്പുഴ. BJPയും സംപൂജ്യരായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും LDFൻ്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തു. സ്വാഭാവികമായും 2021 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ 2020 അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നു തരിപ്പണമായ LDFൻ്റെ വൻ മുന്നേറ്റമാണ് കാണാൻ സാധിച്ചത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും ഇടതുപക്ഷം അന്ന് പിടിച്ചെടുത്തു. ഈ സാഹചര്യത്തിലാണ് UDF അപകടം മണത്തത്. കാരണം അതുവരെ പ്രതീക്ഷയുടെ വലിയ വെളിച്ചത്തിൽ നിൽക്കുകയായിരുന്നു ഐക്യജനാധിപത്യ മുന്നണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നു തരിപ്പണമായ LDFന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് തന്നെ എല്ലാവരും കരുതിയിരുന്നു. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഫലത്തിൽ അപകടം മുൻകൂട്ടി കണ്ട UDFൻ്റെ ദീർഘദൃഷ്ടി സത്യമായി. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം രൂപപ്പെട്ടു. അതുവരെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന LDF സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തി. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ യാതൊരുവിധ സ്വാധീനവും 2 വർഷത്തിനുള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അത്ഭുതം. ഇതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി യാതൊരു ബന്ധവുമില്ല എന്ന യാഥാർത്ഥ്യം രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കിയത്. ഞാനിത് പറയാനുള്ള കാരണം എന്തെന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിവ് പോലെ UDF വിജയം നേടുകയും LDF വീണ്ടും തകർന്നു തരിപ്പണമാവുകയും ചെയ്തിരുന്നു. അതിനിടയിൽ BJP ഒരു സീറ്റും നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളെടുത്ത് നിരത്തിവച്ച് ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF തകരുമെന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ആ വിശ്വാസം ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇത്തരം അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലനിന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം കരകയറി 2021 LDF വീണ്ടും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായെങ്കിൽ ഇത്തവണയും ആ വാദത്തെ പുച്ഛിച്ചു തള്ളേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൂടി മനസ്സിലാക്കുക. UDFലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ആ ഒരു കാര്യം കൃത്യമായും മനസ്സിലായിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുന്നത്. കാരണം കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് K. സുധാകരൻ വളരെ നിർണായകമായൊരു പ്രസ്താവന നടത്തിയിരുന്നു. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയായിരുന്നു അത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുകയാണെങ്കിൽ ആ തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും എന്നാണ് K. സുധാകരൻ പറഞ്ഞത്. അത്രത്തോളം വളരെ പ്രാധാന്യത്തോടെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് കാണുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണല്ലോ ഒരർത്ഥത്തിൽ കോൺഗ്രസ് നാമാവശേഷമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ അധികാരം പിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രമുഖരെ ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇതിനിടയിൽ പുറത്തു വരുന്ന മറ്റൊരു പ്രധാന സംഗതിയുണ്ട്. അതായത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ വിചിത്രമെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന എന്നാൽ ബുദ്ധിപൂർവമുള്ള മികച്ച ഒരു തീരുമാനമായി തന്നെ ഈ സംഗതിയെ കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രീതിയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് എങ്കിൽ ഉറപ്പായും ആ സ്ഥാനാർത്ഥികൾക്ക് ജയസാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യവും ഇവിടെ പറയേണ്ടി വരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പ്രദേശത്തെ പാർട്ടി നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞത് വെറുതെയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുധാകരൻ പറഞ്ഞതുപോലെ ചെറുതെങ്കിലും UDFന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് എന്ന കാര്യം ഏറെക്കുറെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. എന്നാൽ
കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പുകൾ അടുക്കുംതോറും കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നല്ലതാണെന്ന് മാത്രമേ ഞാൻ പറയൂ. കഴിഞ്ഞ തവണ എന്തുകൊണ്ട് കോൺഗ്രസിന് ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് സുധാകരനും കൂട്ടരും ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നേതൃത്വത്തിനും മാത്രം അക്കാര്യം തോന്നിയാൽ പോരല്ലോ. കോൺഗ്രസിൻ്റെ ബൂത്ത് തലം മുതൽ മുകളിലേക്കുള്ള എല്ലാ കമ്മിറ്റികൾക്കും ഈ അവസ്ഥ മനസ്സിലാകണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊണ്ട് ഗുണമുള്ളൂ എന്നുള്ളത് ഓർക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ വരിക, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ജയിക്കുകയാണെങ്കിൽ ജനപ്രതിനിധിയും പാർട്ടിക്കാരനുമായി തുടരുക, ജയിച്ചില്ലെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് പോവുക. ഈ ഒരു രീതിയാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തുടർന്നു വരുന്നത്. ഇനി മുതൽ അത്തരത്തിലുള്ള രീതികളൊന്നും വേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് കെ സുധാകരൻ. അതിനായിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ ആർക്കും മുൻതൂക്കം നൽകണമെന്ന ഒരു പ്രത്യേക നിർദ്ദേശം അധികൃതരിൽ നിന്നും ഉണ്ടായത്. രണ്ട് കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയതിലൂടെ നേതൃത്വം ലക്ഷ്യമിടുന്നത്. ഒന്ന്, ഉറപ്പായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടാവുക. രണ്ട്, മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിക്കുക. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഏത് തെരഞ്ഞെടുപ്പിലായാലും സ്ഥാനാർത്ഥിയാകുന്നതിനായി മത്സരവും പിടിവലിയും ഒക്കെ ഉണ്ടാകുന്നത് കോൺഗ്രസിൽ സ്വാഭാവികമാണ്. തുല്യ പ്രാധാന്യമുള്ള രണ്ടുപേർ ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം എന്നതിൻ്റെ പേരിൽ ചർച്ചകളും ആ ചർച്ചകൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയ സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങൾ കൂടുതൽ നടന്നിട്ടുള്ളത്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളോ ആശങ്കകളോ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അതിന് ഭാഗമായാണ് നമ്മൾ മുകളിൽ പറഞ്ഞ രീതിയിൽ കർശന നിർദ്ദേശം നേതാക്കൾക്കും പ്രവർത്തകർക്കും കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുള്ളതും. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ വാർഡിൽ അല്ലെങ്കിൽ ബൂത്തിൽ ഒരു പ്രധാന കാര്യം പൂർത്തിയാക്കിയിരിക്കണമെന്നാണ് നിർദ്ദേശം. വാർഡിലെ പുതിയ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുക എന്നുള്ളതാണ് ആ പ്രവൃത്തി. ഒരു പ്രദേശത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് സംബന്ധിച്ച് രണ്ട് നേതാക്കൾ തമ്മിൽ തർക്കം ഉടലെടുത്താൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തയാൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകണമെന്നാണ് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോൺഗ്രസിന് വീഴേണ്ട വോട്ടുകൾ കോൺഗ്രസുകാർ തന്നെ ഉറപ്പാക്കണമെന്നുള്ളതാണ് ഈ നടപടിയിലൂടെ നേതൃത്വം ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, വോട്ടുകൾ ചേർക്കുവാനായി ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവരുമായിട്ടുള്ള ആശയവിനിമയം വർദ്ധിക്കുമെന്നും സഹകരണം കൂടുതൽ ഊഷ്മളമാകുമെന്നും കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വോട്ടുകളാണ് ജയവും തോൽവിയും നിർണ്ണയിക്കുന്നത് എന്നുള്ളതിനാൽ ജനങ്ങളുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. പല നേതാക്കളും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ജനങ്ങളെ കാണുവാൻ എത്തുന്നു എന്നും വോട്ടുകൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങളുമായി സഹകരണം കുറവാണെന്നും ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് പുതിയ നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തുന്നത്. ഇലക്ഷൻ അടുത്തെത്തുന്നതോടെ പുതിയ കുപ്പായവും തയ്പ്പിച്ച് അതഴിഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നവരെ സ്ഥാനാർത്ഥികളാക്കേണ്ട എന്നാണ് കോൺഗ്രസ് തീരുമാനം. ജോലി ചെയ്യുന്നവർ മാത്രം മതി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആരാണോ വോട്ടർ പട്ടികയിൽ അവരെ ചേർക്കുന്നത് അവർക്കായിരിക്കും ഭൂരിപക്ഷം പേരും വോട്ടുകൾ നൽകുന്നത്. ഈ ഒരു രീതി കണ്ടറിഞ്ഞു തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടർ പട്ടികയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വോട്ടർ പട്ടികയുമാണ് കേരളത്തിൽ സാധാരണ ഉപയോഗിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ ഓരോ വ്യക്തിയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നേതാക്കൾ പരിശോധിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ രീതിയാണ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭരണം കിട്ടിയില്ലെങ്കിൽ UDF എന്ന മുന്നണി തന്നെ കേരളത്തിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കോൺഗ്രസിന് കാഴ്ചവച്ചേ മതിയാവുകയുള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുമ്പോൾ ഉള്ള ആത്മവിശ്വാസം 6 മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് വോട്ടുറപ്പിക്കാനുള്ള ഏത് രീതിയും പരീക്ഷിക്കണം എന്ന നിർദ്ദേശം നേതൃത്വം നൽകിയതും. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ സ്ഥിരം നടക്കുന്ന പല പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പ്രവർത്തിക്കുന്നവന് സ്ഥാനാർത്ഥിത്വം എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ചിലപ്പോൾ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ മറ്റൊരു കാര്യം പ്രധാനമായും ഓർക്കേണ്ടതുണ്ട്.
മികച്ച വിജയം സ്വന്തമാക്കുവാൻ യഥാർത്ഥത്തിൽ ആദ്യം ചെയ്യേണ്ടത് സാധാരണക്കാരായ ജനങ്ങളുമായുള്ള ഇടപെടലാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവനാണ് സ്ഥാനാർത്ഥി എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ ഉറപ്പായും അവർ കൂടെ നിൽക്കും. വിജയവും